എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കേരളത്തിൽ നല്ല മഴയുള്ള സമയമാണ്. കേരളത്തിൽ നല്ല മഴയുള്ളപ്പം വെള്ളപ്പൊക്കവും നാശനഷ്ടങ്ങളും ഉണ്ടാകും. 2018 ഓഗസ്റ്റ് മാസം നമ്മുടെ കേരളത്തിൽ വലിയ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. കേരളത്തിൽ സാധാരണ കൂടുതൽ മഴ ലഭിക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലുമാണ്. വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിനും വൈദ്യുതി, ജലസേചനം തുടങ്ങിയവയ്ക്ക് ഇവിടെ ആവശ്യത്തിന് അണക്കെട്ടുകളുമുണ്ട്. മലയാള വർഷം 1099, 1123 വർഷങ്ങളിൽ ഭയങ്കരമായ വെള്ളപ്പൊക്കം ഉണ്ടായി. എന്നാൽ അതുമൂലം വലിയ ആൾനാശമോ കൃഷിനാശമോ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇംഗ്ലീഷ് വർഷം 2018 ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാക്കിയ വെള്ളപ്പൊക്കം അതിഭയാനകമായിരുന്നു. ആഗസ്റ്റ് മാസം തുടക്കം മുതലേ കേരളത്തിലെ തെക്കൻ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമായിരുന്നു. കുട്ടനാടൻ പാടശേഖരണങ്ങളിൽ കഷ്ടകാലത്തിൻ്റെ തുടക്കമായിരുന്നു. മലയാള മാസം 1099 പെയ്ത മഴയേക്കാളും ശക്തമായ മഴ മൂലം ഇടമലയാർ അണക്കെട്ട് തുറന്നു വിട്ടതും കുട്ടനാട് പാക്കേജ് ശരിയായി നടത്തപ്പെടാത്തതും മൂലം മഴവെള്ളം കയറാത്ത സ്ഥലമില്ലായിരുന്നു. വെള്ളം കയറി നശിക്കാത്ത വീടുകളില്ല. ഈ സമയത്ത് മണിയാർ ഡാമിലെയും ഷട്ടറുകൾ തുറന്നത് കോടികളുടെ നഷ്ടങ്ങൾക്ക് വഴി തുറന്നു. റാന്നി, ആറന്മുള, തിരുവല്ല, ചെങ്ങന്നൂർ, പന്തളം, മാവേലിക്കര തുടങ്ങിയ പ്രദേശങ്ങൾ മിക്കവയും വെള്ളത്തിലായി. 2ഉം 3ഉം നിലകളുള്ള വീടുകൾ മുങ്ങി. കടകമ്പോളങ്ങൾ മിക്കവയും വെള്ളത്തിലായി. കേരളം ഭരിച്ച ഭരണാധികാരികൾ ജനങ്ങൾക്ക് ശരിയായ മുന്നറിയിപ്പുകൾ നൽകാതിരുന്നതിനാൽ വീടുകളിൽ നിന്ന് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാനോ കടകമ്പോളങ്ങളിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ, വാഹനങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ ഒന്നും മാറ്റി സ്ഥാപിക്കാൻ കഴിയാതെ വെള്ളം കയറി എല്ലാം നശിച്ചു. പലരും ഇരുനില വീടുകളിൽ കുടുങ്ങി. റാന്നി, അത്തിക്കയം സ്ഥലങ്ങളിലെ പാലങ്ങൾ വെള്ളത്തിലായി. ഗതാഗതം തടസ്സപ്പെട്ടു. റോഡുകൾ ഒഴുകിപ്പോയി. വാർത്താവിനിമയ സംവിധാനങ്ങൾ പൂർണ്ണമായി സ്തംഭിച്ചു. ഫോണുകളെല്ലാം ചത്തു. വൈദ്യുതി ഇല്ലാതായി. 11 kV ലൈൻ വരെ വെള്ളത്തിലായി. ആധുനിക സംവിധാനങ്ങൾ വർദ്ധിച്ചപ്പോൾ മനുഷ്യനല്ലാതായി. വളർത്തുമൃഗങ്ങൾ ഒലിച്ചു പോവുകയും ചത്തുമലക്കുകയും ചെയ്തു. ഇവയിൽ നിന്ന് ഒക്കെ മുക്തി നേടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഗവൺമെൻറ്റും പൊതുജനങ്ങളും വിവിധ സർക്കാരുകളും പ്രളയത്തിൽ വീർപ്പുമുട്ടിയ ജനങ്ങളെ സഹായിക്കാൻ നേരിട്ടിറങ്ങി. മത്സ്യത്തൊഴിലാളികൾ ബോട്ടുകളുമായി വന്ന് ദുരിതാശ്വാസ ജോലിയിൽ പ്രതിഫലേച്ഛയാ പ്രവർത്തിച്ചു. അനേകരെ രക്ഷപ്പെടുത്തി. എന്നാൽ ഈ സംസ്ഥാനം ഭരിച്ച ഗവൺമെൻറ് വേണ്ടത്ര മുന്നറിയിപ്പുകളോ മുൻകരുതലുകളോ ഒന്നും തന്നെ യഥാസമയം നൽകിയില്ല. ഇടുക്കി അണക്കെട്ട് തുറന്നുവിടാൻ അതിൻ്റെ സംഭരണശേഷി വരെ കാത്തിരുന്നു. തുറന്നുവിട്ടപ്പോൾ എല്ലാ ഷട്ടറുകളും ഒന്നിച്ചു തുറന്നു. ഇതും ഭരിച്ചിരുന്ന മന്ത്രിയുടെ പിടിപ്പുകേടായിരുന്നുവെന്ന് പറയാതെ വയ്യ. മഴ ശക്തമായപ്പോൾ ഏതെങ്കിലും ഒരു ഷട്ടർ തുറന്ന് കുറേ നേരം വെള്ളം ഒഴുക്കി വിട്ടായിരുന്നുവെങ്കിൽ പെട്ടെന്ന് വെള്ളം കയറി ഇത്ര വലിയ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാമായിരുന്നു.
വീടുകൾ നഷ്ടമായവർക്കും കടകമ്പോളങ്ങളിലെ സാധന സാമഗ്രികൾ നഷ്ടപ്പെട്ടവർക്കും ഈ 8 വർഷം പിന്നിട്ടു. ശരിയായ നഷ്ടപരിഹാരം പോലും കൊടുത്തു തീർക്കാൻ അന്ന് ഭരിച്ച LDF സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. മഴ പെയ്യും, വെള്ളപ്പൊക്കം ഉണ്ടാവും. എന്നാൽ നമ്മുടെ ഡാമുകളിലെ വെള്ളം നിയന്ത്രണ വിധേയമായി തുറന്നുവിട്ട് ജലത്തിൻ്റെ ശക്തിയെ ശമിപ്പിച്ചും മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പുകൾ നൽകിയും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയും വിദഗ്ധരായ ഉദ്യോഗസ്ഥരെ നിയമിച്ചും പ്രഗത്ഭരായവരുടെ ഉപദേശങ്ങൾ തേടിയും കേരള ജനതയെ രക്ഷിക്കാൻ തുടർന്ന് ഭരിക്കുന്ന ഭരണാധികാരികൾ ശ്രദ്ധിക്കണം. വരൾച്ച, പ്രളയം ഉണ്ടാകുന്നത് ദൈവകോപമാണ്, ശാപമാണ്. അത് ഇരിക്കണമെങ്കിൽ ദൈവവിശ്വാസമുള്ള, സ്വാർത്ഥരല്ലാത്ത ഭരണാധികാരികൾ ഉണ്ടാകണം. ഇതുപോലെ ഒരു പ്രളയം മേലിൽ ഉണ്ടാകരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.